പോസ് ഫോർ എ മൊമെന്റ്. കാഴ്ച ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സബ് ട്രഷറി കെട്ടിട ശിലാസ്ഥാപനം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചു. ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ TIDP പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന തൃശൂർ മെഡിക്കൽ കോളേജ് സബ് ട്രഷറി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചു. ഈ റോഡ് പണി നടക്കുന്നത് വലിയ സ്പീഡിൽ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും ചെറുതാക്കാത്ത തരത്തിൽ പണം കൊടുക്കേണ്ടി വന്നു. NH ബാക്കി എല്ലാ സ്ഥലത്തും കേന്ദ്ര സർക്കാരിന്റെയാണ്. ഇപ്പൊ NH അവിടെ ഇവിടെ വെള്ളം പൊങ്ങി മഴ വീണ് പൊട്ടുകയൊക്കെ ചെയ്തല്ലോ. പലരും കേരള ഗവൺമെന്റ് മറുപടി പറയണമെന്ന് പറഞ്ഞു. എന്തായാലും നമുക്കെല്ലാം ഒരുമിച്ച് പറഞ്ഞു പറയാം. അതിനകത്ത് ഒരു മണ്ണ് മാറ്റുന്ന പണി പോലും സംസ്ഥാന സർക്കാരല്ല ചെയ്യുന്നത്. കേന്ദ്ര ഏജൻസിയാണ് NHAI. ടോൾ മേടിക്കുന്ന റോഡാണ്, ടോൾ റോഡാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇവിടുന്ന് പാലക്കാടിനൊക്കെ പോകുന്ന റോഡ് ടോൾ റോഡാണ്. പക്ഷെ NHAI പറയുന്നത് കേരളത്തിൽ സ്ഥലത്തിന് വലിയ വില കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പണം തന്നില്ല, ഞങ്ങൾ വീതി എടുക്കില്ല, പണി എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 6000 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ അതിന് കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ട് വേഗം പണി നടക്കുന്നു. സേവ്യർ ചിറ്റിലപ്പിള്ളി MLA അധ്യക്ഷത വഹിച്ചു. കെ രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായി. ഈ സർക്കാർ വന്നതിന് ശേഷം പുതിയ 28 ട്രഷറി കെട്ടിടങ്ങളും സംസ്ഥാന ട്രഷറി ഡയറക്ടറേറ്റ് ഉൾപ്പെടെ വലിയ ഓഫീസുകളും നിർമ്മാണം പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ 22 ട്രഷറി കെട്ടിടങ്ങളുടെ നിർമ്മാണമാണ് നടക്കുന്നതെന്നും അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മന്ത്രി പറഞ്ഞു. 1,90,00,000 രൂപ ചെലവിൽ 2700 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഫർണിഷിംഗോട് കൂടിയ മെഡിക്കൽ കോളേജ് സബ് ട്രഷറിയുടെ പുതിയ കെട്ടിട നിർമ്മാണം 9 മാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പരാമർശിച്ചു. പുതിയ കെട്ടിടത്തിൽ ലഭ്യമാകുന്ന വിവിധ സൗകര്യങ്ങളെക്കുറിച്ചും മന്ത്രി സൂചിപ്പിച്ചു. കേരളം പിന്നോട്ടല്ല, മുന്നോട്ട് തന്നെയാണ് പോകുന്നതെന്നും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള വിഹിതം പകുതി പോലും ലഭിക്കാത്ത സാഹചര്യത്തിലും വിവിധ മേഖലകളിൽ പുതിയ പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ സാധിക്കുന്നത് കേരള ജനതയുടെ കൂട്ടായ്മ കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N. അശോകൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ട്രഷറി മധ്യമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ I. ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറി വകുപ്പ് ഡയറക്ടർ V. സാജൻ, തൃശൂർ ജില്ലാ ട്രഷറി ഓഫീസർ K. ആശ അരവിന്ദ് എന്നിവർ സന്നിഹിതരായിരുന്നു. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കമണി ശങ്കുണ്ണി, KK ഉഷാദേവി, KJ ദേവസി, TR ശോഭി, ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ടീച്ചർ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV ബിജു, അവണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് പുത്തിരി, സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ M. രാധിക, ഗവൺമെന്റ് ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് PM ഷമീന, ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ബിന്ദു K. നായർ, ഗവൺമെന്റ് നെഞ്ചുരോഗാശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ നോനം ചെല്ലപ്പൻ, ESI ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ L. ശശി, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. BCV ന്യൂസ്, അത്താണി. You are watching VCV News.